എംപ്ലോയി കോസ്റ്റ് കൂടുതലാകുമ്പോൾ മികച്ച ആളെയല്ല എടുക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സ്ഥാപനത്തിനൊരു ബാധ്യതയായി മാറുമെന്നാണ്. UAE-യിൽ എംപ്ലോയി കോസ്റ്റ് എങ്ങനെ കൂടുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരാളെ നമ്മൾ ഇന്ത്യയിൽ നിന്നോ പുറത്തു നിന്നോ ഇന്റർവ്യൂ ചെയ്തെടുക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്ത അടുത്ത ആൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും കൊടുത്ത് അവിടെ കൊണ്ടുവന്നാൽ മാത്രം പോരാ. അയാൾക്ക് 12 മാസം ജോലി കഴിഞ്ഞാൽ 1 മാസം പെയ്ഡ് ലീവ് കൊടുക്കണം. ഇനി അദ്ദേഹം വിട്ടുപോവുകയാണെങ്കിൽ എൻഡ് ഓഫ് സർവീസ് എന്ന പേരിൽ അദ്ദേഹത്തിന് പണം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കോസ്റ്റ് ഒരുപാട് ഇൻവോൾവ് ആണ് എംപ്ലോയിയുടെ കാര്യത്തിൽ. UAE നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ, നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾ മികച്ച ആളല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് വലിയ ബാധ്യതയായി മാറും UAE-യിൽ എന്നാണ്. എങ്ങനെയാണ് മികച്ച ജീവനക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാനും നിലനിർത്താനും കഴിയുക എന്നതുമായി ബന്ധപ്പെട്ട് 3 പ്രധാന വിഷയങ്ങൾ. ടാലന്റ് അക്വിസിഷൻ, മിടുക്കന്മാരെ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം. ടാലന്റ് ഓപ്റ്റിമൈസേഷൻ, അങ്ങനെ വന്ന ആളുകളെ എങ്ങനെ മികച്ച ആളുകളായി നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ മികച്ച ആളുകളെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ എങ്ങനെ നിർത്താൻ കഴിയും. ഈ 3 കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവനക്കാരെ കൊണ്ട്, പീപ്പിളിനെ കൊണ്ടൊരു സ്ഥാപനത്തിന് ഗുണകരമാവുള്ളൂ. മികച്ച ആളുകളല്ലെങ്കിൽ ബാധ്യതയാണ്. അപ്പോൾ മികച്ച ആളുകളെ കൊണ്ടുവരണം. അവരെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അവർ നമുക്ക് പിന്നീട് ബാധ്യതയായി മാറും. ഇനി മെച്ചപ്പെട്ടവർ നമ്മളെ വിട്ടു പോയാൽ അത്രയും കാലം കൊടുത്ത ട്രെയിനിങ്ങും എക്സ്പീരിയൻസും നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യുന്ന സ്ഥാപനത്തിനെ പീപ്പിൾ മാനേജ്മെന്റ് നന്നായി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയാം. ഈ 3 വിഷയങ്ങളുമായി അനുബന്ധമായ ആളുകളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, റിക്രൂട്ട് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത് എന്ന വിഷയവും, എംപ്ലോയർ ബ്രാൻഡിങ് പെർഫെക്റ്റായി നടത്തിയാലല്ലേ മിടുക്കരായ ആളുകൾ നമ്മുടെ സ്ഥാപനം അന്വേഷിച്ച് വരിക. അപ്പോൾ എംപ്ലോയർ ബ്രാൻഡ് എങ്ങനെ ചെയ്യാൻ പറ്റും, ജോലിക്കെടുത്ത ആളുകളെ എങ്ങനെ ഓൺ ബോർഡ് ചെയ്യാൻ പറ്റും, ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ എങ്ങനെ കൊടുക്കാൻ കഴിയും, അങ്ങനെ ജോലിക്കെടുത്ത് ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾക്ക് എങ്ങനെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് എങ്ങനെ കറക്റ്റായി കൊടുക്കാൻ കഴിയും, അങ്ങനെ ടാർഗറ്റ് കൊടുത്ത ആളുകളുടെ പെർഫോമൻസ് എങ്ങനെ കൃത്യമായി റിവ്യൂ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവരുടെ കുറവുകൾക്കനുസരിച്ച് എങ്ങനെയാണ് ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുക്കാൻ കഴിയുക. അങ്ങനെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ റിവാർഡുകളും റെക്കഗ്നേഷനും കൊടുക്കാം. ഇവരെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റികൾ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഇവരെപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സ്ഥാപനം വിട്ടു പോകുമ്പോൾ ഒരു എക്സിറ്റ് പ്രോസസ്സ് എങ്ങനെ ഉണ്ടാക്കാം. ഇത്തരം വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുഴുവൻ ദിവസത്തെ ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ജനുവരി 7-ാം തീയതി ദുബായിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ നടക്കുന്ന ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ. നിങ്ങൾക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ കോർ ടീമിലുള്ളവർക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാം. ടീമായി പങ്കെടുക്കൂ, ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.